നവവി റളിയല്ലാഹു അൻഹു നിരന്തരം ഖുർആനിനെ സ്നേഹിക്കുന്ന മഹാനായിരുന്നു. കുട്ടികളുടെ സ്വഭാവം നന്നാകാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, കുട്ടികൾക്ക് ഏറ്റവും നിങ്ങൾ പഠിപ്പിക്കണമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഖുർആനാണ്. അത് ബാപ്പക്ക് ഉമ്മക്ക് നിർബന്ധമാണ്. അതിന് കുട്ടികൾക്ക് വഴങ്ങി കിട്ടുന്നില്ലെങ്കിൽ ട്യൂഷൻ വെച്ച് കൊടുക്കണം. ദുനിയാവിന്റെ ചില്ലിക്കാശിന്റെ ലാഭം കണ്ടിട്ട് അവിടെ പൂഴ്ത്തി വെക്കരുത്. ഒരു കുട്ടി ഖുർആൻ പഠിച്ചു നന്നായാൽ ബാപ്പയും ഉമ്മയും ദുനിയാവിലും ആഖിറത്തിലും അനുഗ്രഹീതരാണ്. ആ കുട്ടിയുടെ ഖുർആൻ ഒത്തു സുന്ദരമായി കേൾക്കുമ്പോൾ മനസ്സിന് വരുന്നൊരു സന്തോഷമുണ്ട്. അതിന്റെ പേരാണ് ഖുർറത്തു ഐൻ, കൺകുളിർമ എന്ന്. അത് കണ്ണിന് മാത്രല്ല ഖൽബിനും ലഭിക്കണം. ആരാ ഇമാമത്ത് നിൽക്കുന്ന കുട്ടി? ആരാണ് ബാപ്പയുടെ അടുത്ത് ഖുർആൻ കൊണ്ട് ഓതുന്ന കുട്ടി? ആ കുട്ടി വലിയ ബിസിനസ് മാനാണ്. പക്ഷേ കുട്ടിക്കാലത്ത് ബാപ്പയും ഉമ്മയും തറുവാക്കിയ ഖുർആനില്ലേ സുന്ദരമായ രൂപത്തിൽ ഓതുന്നു. മുമ്പൊരിക്കൽ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയപ്പോ ഒരു കച്ചവടക്കാരൻ നിസ്കരിക്കുന്നുണ്ട്. അയാളെ പിന്നിൽ 4-5 സൊഫാടുകൾ ബാക്കിലുണ്ട്. അൽഹംദുലില്ലാ, വലിയ സന്തോഷകരമായി ബാപ്പ ഇരുത്തി പഠിപ്പിച്ച ഖുർആനോത്താണ്. തജ്വീദിനൊരു തെറ്റൂല. ഞാൻ ആദ്യം വിചാരിച്ചതോ പള്ളിയിലെ ഇമാമാണ്. പലരും തുടരാൻ വേണ്ടി മടിച്ചു നിൽക്കുമ്പോ ഞാൻ ഉടനെ തുടർന്നു. കാരണം ഫാത്തിഹ കേട്ടപ്പോൾ മനസ്സിലായി ഓത്തറിയുന്ന ആളാണ്. ഓത്തറിയുമെങ്കിൽ ബാക്കിയെല്ലാം അറിവുണ്ടാകും. ഫാത്തിഹ സൂറത്ത് വളരെ വൃത്തിയായി ഓതുന്നു. അന്വേഷിക്കുമ്പോൾ ആ നാട്ടിലെ ഒരു കച്ചവടക്കാരനാണ്. വലിയ സന്തോഷം തോന്നി. ഈ ഓത്തെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോ ബാപ്പ പഠിപ്പിച്ചതാണ്. ബാപ്പ കുട്ടിക്കാലത്ത് ഓത്ത് പഠിപ്പിച്ചു, ഇരുത്തി പഠിപ്പിച്ചു ഖുർആൻ. അദ്ദേഹവും ഒരുപാട് ബിരുദങ്ങളുള്ള ആളാണ്. പക്ഷേ ഖുർആൻ കുട്ടികൾക്ക് നന്നായി പഠിപ്പിക്കണം. ഖുർആൻ പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ മനസ്സും സ്വഭാവവും സംസ്കരിക്കപ്പെടും. ഇമാം നവവി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ തന്നെ ബാപ്പയും ഉമ്മയും ഖുർആൻ ഓതി പഠിപ്പിച്ചപ്പോ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്നുണ്ടാകും. അങ്ങോട്ട് കൂട്ടുകാർ കൂട്ടിക്കൊണ്ടുപോകും. മഹാനവർകൾ ഇതുവരെ ഒരു കളിയിലും ഏർപ്പെട്ടിട്ടില്ല. 7 വയസ്സ്, 8 വയസ്സ്, 9 വയസ്സിൽ കളിക്കാൻ വേണ്ടി കുട്ടികൾ നിർബന്ധിപ്പിക്കുമ്പോ, കളിയുടെ പ്രായമാണത്. കുട്ടികൾക്ക് കളി ആ സമയത്ത് നല്ലതാണ്. മഹാനവർകൾ ഒരു ഭാഗത്തിൽ നിന്ന് ഖുർആൻ ഓതും. അങ്ങനെ ഈ ശൈലി കണ്ടതിലൂടെ നടന്നു പോകുന്നു. ഷെയ്ഖ് യാസീൻ യൂസുഫുൽ മറാക്കിശി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മറാക്കിശി അന്നത്തെ വലിയൊരു പണ്ഡിതനാണ്. ആ പണ്ഡിതൻ ഈ കുട്ടിയെ വീക്ഷിക്കുകയാണ്. എല്ലാവരും കളിക്കുന്ന നേരത്തെ ഈ കുട്ടി കളിയിൽ ഏർപ്പെടുന്നില്ല. കളിക്കാൻ വിളിച്ചിട്ടവരെ കൂടെ പോകുന്നുമില്ല, നിർബന്ധിപ്പിച്ചിട്ടും പോകുന്നില്ല. പകരം നിന്ന് ഖുർആൻ ഓതുമ്പോ ആ പണ്ഡിതൻ വിലയിരുത്തുന്നത് ആ കുട്ടിയെ മാത്രമല്ല, ആ കുട്ടിയുടെ ബാപ്പയെയും ഉമ്മയെയും കൂടിയാണ്. ഈ ഒരു നല്ല സ്വഭാവത്തിലേക്ക് ആ കുട്ടിയെ പരിവർത്തിപ്പിച്ചത് ആരാണ്? അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഉടനെ വരേണ്ട ഉത്തരം ബാപ്പയും ഉമ്മയുമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു മറ്റൊരിക്കൽ ഈ പണ്ഡിതൻ കാണുന്നു. ബാപ്പയുടെ കച്ചവട സ്ഥാപനത്തിൽ പീടികയിൽ ബാപ്പ പകരത്തിന് നിർത്തിപ്പോയതാണ്. പക്ഷേ ഈ കുട്ടി ഒന്നും വാങ്ങുകയില്ല, വിൽക്കുകയില്ല. ആര് വന്നാലും പറയും എന്തെങ്കിലും വേണോ? ബാപ്പ പിന്നെ എന്താ പണി? ആ കച്ചവട സ്ഥാപനത്തിന്റെ ഒരു മൂലയിൽ നിന്ന് ഖുർആൻ ഓതും. അതന്നെ പണി. ബാപ്പ വരുന്നവർ കാവലായിട്ട് അവിടെ ഉണ്ടാകും. പകരം ഖുർആൻ ഓതും. ഖുർആനാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളത്. ആ ഖുർആൻ അങ്ങ് ഏറ്റവും വലിയ അനുഗ്രഹതാണ്. നിങ്ങൾ പലരും പറയും നിങ്ങളുടെ മക്കളുടെ ക്വാളിഫൈഡ്. പക്ഷെ അതല്ല പറയാനുണ്ടാകേണ്ടത്, സന്തോഷായിട്ടുണ്ടാകേണ്ടത്. കിടക്കാൻ പോകുന്ന ഖബറിൽ ഒരു നിലക്കും ചോരാത്ത രീതിയിൽ ബാപ്പമാരെ ഉമ്മമാരെ നിത്യവസന്തമായി ഹദിയൊന്നും ചെയ്യണ്ട. ഖുർആൻ നേരാവണ്ണം ഓതാൻ അറിയുന്ന ആണ് പെണ്ണുണ്ടോ നിങ്ങളെ മക്കളിൽ? പേരമക്കളിലുണ്ടോ? സന്തോഷമാണ്. യാതൊരു തടസ്സവുമില്ലാതെ മണ്ണറ മണിയറയാക്കി കിടക്കാം. നല്ല റാഹത്തോടെ അന്തിയുറങ്ങാം. ആരും ശല്യത്തിന് വരില്ല. ആരും നിങ്ങളെ ഫിത്നയാക്കാൻ വരില്ല, പരീക്ഷിക്കാൻ വരില്ല. പക്ഷേ ആ ഒരു കഴിവില്ലാതെ ദുനിയാവിൽ ഏത് കഴിവുണ്ടായാലും ചെറുതാണ്.
ദുനിയാവിൽ ബാക്കി എല്ലാ കഴിവുണ്ട്. പലരും പറയും അഭ്യസ്ത വിദ്യനാണ്. ആദ്യത്തെ അഭ്യാസം എന്താണെന്നറിയോ? ഗുസ്തിയല്ല, ഖുർആനോത്ത് തറുവാകലാണ്. നിങ്ങൾ ഈ സുന്ദരമായ മദ്രസ ഉണ്ടാക്കിയില്ലേ? രക്ഷിതാക്കളെല്ലാവരും കൂടി ഉസ്താദുമാരെ ഉപയോഗപ്പെടുത്തി ഖുർആന് പഠിക്കണം. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഖുർആന് പഠിക്കണം. 60 കൊല്ലം നമ്മൾ നിസ്കരിച്ചിട്ട് ഒരു നിസ്കാരവും അല്ലാഹു ഖുർആനോത്ത് ശരിയാകാത്തതിന്റെ പേരിൽ കബൂലാക്കാതിരുന്നാൽ നഷ്ടന്മാർക്കാണ്. ഉമ്മമാര് ഓത്ത് പഠിക്കണം. ഫർള് ഐനാണ്, ഫർള് കിഫയല്ല. ചിലർ ചോദിക്കും, ഉസ്താദേ കല്യാണം കഴിച്ച മക്കളായ ഉമ്മമാരിനി പഠിപ്പിക്കാനാണോ വിളിക്കുന്നത്? പഠനത്തിന് പ്രായമല്ല. ഇൽമു നിങ്ങൾ പഠിക്കണം. മിനൽ മഹ്ദി ഇലൽ ലഹദി, തൊട്ടിൽ മുതൽ കുടിമാടം വരെ ഇൽമു പഠിക്കണമെന്നാണല്ലോ പഠിപ്പിക്കപ്പെട്ടത്. അതിന് പ്രായമില്ല. അറിയാത്തവർ ഇനിയും പഠിക്കണം. അങ്ങനെയൊക്കെ മദീനുള്ള ചിന്തയില്ലേ? അതാണ് ഏറ്റവും മോശപ്പെട്ട ചിന്ത. കുറെ ആളുകൾക്ക് അങ്ങനെയാ ചിന്ത. അങ്ങനൊക്കെ മതി, അങ്ങനെ അങ്ങ് പോട്ടെ. പോരാ, അത് നമ്മുടെ മറ്റു കാര്യങ്ങളിലൊന്നും ആ ചിന്തയില്ലല്ലോ. ഏതെങ്കിലും പുരോഗമന പ്രവർത്തനങ്ങളിൽ നമുക്ക് ആ ചിന്തയുണ്ടോ? വികസന പ്രവർത്തനങ്ങളിൽ ആ ചിന്തയുണ്ടോ? ഇല്ലല്ലോ. നിത്യേന ചെയ്യുന്ന ഇബാദത്തിൽ ഏറ്റവും സ്വഹീഹാകേണ്ട ഓത്ത്, നിർബന്ധമായി പഠിക്കേണ്ട ഖുർആനോത്ത്. ആ ഖുർആനോത്തിൽ വിഘ്നം വരുന്നത് തിരുത്തണം. നല്ല ചെറുപ്പക്കാരുള്ള നാടാണ് അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും കൂടി ഒരു ഹിസ്ബിന്റെ ക്ലാസ്. ഇനി പുതിയതായിട്ട് ഉസ്താനെ കൊണ്ടുവരണം. ബടൽ ഉസ്താനെ ഉപയോഗപ്പെടുത്തിയാൽ മതി. ഞാൻ ജോലി എടുക്കുന്നിടത്ത് അങ്ങനെ എല്ലാ നാട്ടിലുള്ള കാരണന്മാർക്കും കൂടി ഹിസ്ബിന്റെ ക്ലാസ്സാണ്. പക്ഷെ എനിക്കിങ്ങനെ വാതിന് പോകാനുള്ളത് കൊണ്ട് പകരം ഒരാളെ വെച്ചു കൊടുത്താൽ ഒരു ആസിബിൻ പഠിക്കണം. അല്ലെങ്കിൽ എങ്ങനെ ജുമാ ശരിയാകാം? 40 ആള് ജുമാ കുത്തുബ കേൾപ്പിക്കണം. ഒരു 40 ആളെന്ന ആരാ? എണ്ണത്തിനും മണ്ണത്തിലാ പോരെ. കാമില് വിധം കിട്ടിയിരുന്നല്ല. ഓത്തുന്തൊക്കെ ശരിയായ ആൾക്കാർ 40 ആളാകണം. 40 ആൾ ഇങ്ങനെ ഒന്നും കാര്യമില്ല. 40 ആള് നേർക്ക് നേരെ ഖുർആൻ ഓതാൻ അറിയുന്നവരല്ലെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാകും നിസ്കാരം? ബാപ്പ മരിച്ചിട്ട് നിസ്കരിക്കുന്നു മകനാണല്ലോ കൂടുതൽ ബന്ധപ്പെട്ട ആള്. മൃഭാഗം നിസ്കരിക്കും. മകന്റെ ഫാത്തിഹ ശരിയായില്ലെങ്കിൽ ആ ജമാഅത്തിന്റെ അവസ്ഥ എന്താ? നമ്മൾ ആലോചിക്കണം, ഗൗരവപൂർവ്വം ചിന്തിക്കണം. ഞാൻ തെറ്റിദ്ധരിക്കല്ല, ചെറുപ്പക്കാർ നല്ലോണം ചിന്തിക്കണം. ആഴ്ചയിൽ 1 മണിക്കൂർ ഉപയോഗപ്പെടുത്തി ഖുർആന്റെ തജ്വീദ് പഠിക്കാൻ എളുപ്പമാണ്. കുറഞ്ഞ നമ്മളൊന്ന് ശീലാക്കിയാൽ മതി. പിന്നെ നാവ് അങ്ങോട്ട് അതിലേക്ക് വഴങ്ങും. അങ്ങനെ അങ്ങോട്ട് ഓത്തൊരു ഫാത്തിഹ സൂറത്ത് ആണല്ലോ നിർബന്ധമായിട്ട് ഖുർആനിൽ പഠിക്കേണ്ട ഒരു സൂറത്ത്. ബാക്കിയുള്ളതൊക്കെ സുന്നത്താണ്. ആ ഫാത്തിഹ സൂറത്ത് തെറ്റില്ലാതെ ഓതാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്തൊരു ഭാഗ്യമാണ്. ഫാത്തിഹ അല്ലാത്ത സൂറത്തൊക്കെ തെറ്റിയിട്ടാണ് ഒരാൾ ഓതുന്നതെങ്കിൽ ഉസ്താദ്മാരോട് ചോദിക്കുമോ മസ്അല? അയാൾ ഫാത്തിഹ അല്ലാത്തത് ഓതരുത് എന്നാണ് അല്ലേ? നിസ്കാരത്തിൽ ഫാത്തിഹ അയാൾക്ക് ശരിക്കും ഓതാൻ കിട്ടും. അലന്തറ